ഹലോ, നമസ്കാരം. മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ കുറെ പുസ്തകങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നതെല്ലാം ത്രില്ലേഴ്സ് ആണ്. ആൻഡ് സ്പെസിഫിക്കലി ലാജോ ജോസിന്റെ പുസ്തകങ്ങളാണ്. അപ്പൊ ലാജോ ജോസിന്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ വായിച്ച പുസ്തകങ്ങൾ എങ്ങനെയുണ്ടെന്നും അതുപോലെ തന്നെ ചെറുതായിട്ട് നിങ്ങൾക്കും കൂടി മനസ്സിലാക്കുന്ന രീതിക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യത്തേത് റെസ്റ്റ് ഇൻ പീസ് ആണ്. ഞാൻ ലാജോ ജോസിന്റെ പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത് ഇതിലൂടെയാണ്. റെസ്റ്റ് ഇൻ പീസ്. ഇതൊരു കോസി മർഡർ മിസ്റ്ററി എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളാണ്. ത്രില്ലേഴ്സ് ആണെങ്കിൽ പോലും പല രീതിയിൽ എഴുതുന്ന ഒരാളാണ്. പല രീതിയിലുള്ള കോസി മിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ ഡൊമസ്റ്റിക് മിസ്റ്ററി ത്രില്ലർ ഉണ്ട്. അപ്പൊ അതുപോലെ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എഴുത്തിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ലാജോ ജോസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകം റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്ന പുസ്തകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് നല്ല എലമെന്റ്സ് ഉണ്ട്. നമുക്ക് ശരിക്കും വായിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ ആദ്യം ഇത് തുടങ്ങുന്നത് ഒരു മകൾ അച്ഛന്റെ ഡയറി എടുത്ത് വായിക്കുന്ന രംഗമാണ്. അപ്പൊ ആ ഡയറി എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം, ആ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം എന്നുള്ള ഒരു ലക്ഷറി വൃദ്ധസദനത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ടാവും. പിന്നീട് അവർ വായിച്ചു വരുമ്പം അതിനകത്ത് ഒരുപാട് എലമെന്റ്സ് അവർക്ക് ഒട്ടും മനസ്സിലാവാതെ വരും. പിന്നെ അതിന് വേണ്ടിയിട്ട് അന്വേഷണത്തിനായിട്ട് ഇറങ്ങുമായിരിക്കും ആ പെൺകുട്ടി. അപ്പോ ഇതിനകത്ത് ഒരു ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു ആള് മരിക്കുകയും അമ്മ, അതിന്റെ സ്വന്തം അമ്മ, ബ്രിട്ടോയുടെ അമ്മ അന്നമ്മ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മകൻ മരിച്ചു കിടക്കുന്നു. പിന്നീട് അന്നമ്മയിലുണ്ടാവുന്ന ഭീതി, അവരെയും ആരോഗ്യമോ കൊല്ലുമെന്നുള്ള ഒരു ഭീതി, ഇതെല്ലാമാണ് ഇതിനകത്ത് ഒരു എന്താ പറയാ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള എലമെന്റ്സ്. ഇതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പോവും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, യെറ്റ് വളരെ എന്റർടൈനിങ് ആണ്. അങ്ങനത്തെ ഒരു പുസ്തകമാണ് റെസ്റ്റ് ഇൻ പീസ്. അപ്പൊ ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബിഗിനേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാവുന്ന പുസ്തകം കൂടിയാണ്. രണ്ടാമത്തെ പുസ്തകം കോഫി ഹൗസ് ആണ്. കോഫി ഹൗസ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറിലൊക്കെ പോകുമ്പോൾ പല സമയത്തും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഫൈനലി എനിക്ക് കിട്ടിയപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ച് തീർത്തൊരു പുസ്തകം കൂടിയാട്ടോ. ഒറ്റ ഇരിപ്പിനെ നമുക്ക് എടുത്ത് വായിച്ച് തീർക്കാൻ പറ്റുന്ന നല്ല രീതിക്കുള്ള ഒരു പുസ്തകമാണ്. ആകപ്പാടെ 158 പേജസേ ഉള്ളൂ. ഇതിന്റെ പബ്ലിഷേഴ്സ് വന്നിട്ട് മാതൃഭൂമി ബുക്സ് ആണ് കേട്ടോ. അപ്പം ഇതിന്റെ വില 250 രൂപയാണ്. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഫി ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരണങ്ങൾ നടക്കുന്നു. അപ്പൊ ആ മരണത്തിന് ഉത്തരവാദിയായിട്ട് ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു യുവാവിനെയാണ് എല്ലാവരും കൂടി എടുക്കുന്നത്. അതിനകത്ത് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് പറയുന്ന രീതിക്ക് വരെ പോയ എസ്തർ ഇമാനുവൽ എന്ന് പറയുന്ന ലേഡി. എസ്തർ ഇമാനുവൽ ഒരു പത്രപ്രവർത്തകയാണ്. അപ്പം വധശിക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബെഞ്ചമിൻ ഇവരെ വിളിക്കുകയാണ്. എസ്തർ ഇമാനുവലിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വളരെ ഇഷ്ടത്തോടെ അല്ല എസ്തർ അവിടെ പോകുന്നത്. എസ്തർ അവിടെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പം ബെഞ്ചമിൻ തന്നെയാണോ കുറ്റവാളി എന്ന് അവർക്കും തോന്നിപ്പോകുന്ന രീതിക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എസ്തറിൽ. അങ്ങനെ അവരായിട്ട് മുന്നിട്ട് നിന്ന് ആ മരണങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത്. പിന്നെ പല പല രീതിയിലുള്ള കാര്യങ്ങളിൽ ചുരുളഴുകയാണ്. പിന്നെ അവസാനം വരുമ്പോൾ നമ്മളെല്ലാം ഞെട്ടുന്ന രീതിയിലേക്ക് ഇതിന്റെ ഒരു ക്ലൈമാക്സ് പോവുകയാണ്. അപ്പൊ വളരെ നല്ല രീതിക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോഫി ഹൗസ് ഒരു ഫസ്റ്റ് ബുക്ക് ആണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഹൈഡ്രേഞ്ചിയ വരുന്നത്. അപ്പം ഒന്നാം ഭാഗമായിട്ട് കോഫി ഹൗസ് ആണെങ്കിൽ രണ്ടാം ഭാഗമായിട്ട് ലാജോ ജോസ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. ഇത് രണ്ടാം പാട്ടാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള സാദൃശ്യം കൊണ്ടാണ്. ഒരിക്കലും മേഡേഴ്സ് തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ല. ഇത് ശരിക്കും ഒരു സീരിയൽ കില്ലിംഗ് ആണ്. ഒരു 27-നും 35-നും പ്രായത്തിനിടയിലുള്ള യുവതികളെ കൊല്ലുന്നു. കല്യാണം കഴിഞ്ഞ യുവതികളെ കൊല്ലുകയാണ്. കൊന്നതിന് ശേഷം വളരെ എന്താ പറയുക ഡിഫറെന്റ് ആയിട്ടാണ് അവരെ ആ ശവം അല്ലെങ്കിൽ ആ ഒരു ബോഡീസിനെ അയാൾ ട്രീറ്റ് ചെയ്യുന്നത്. ഹൈഡ്രേഞ്ചിയ പൂക്കളൊക്കെ വിതറി മെഴുതിരിയൊക്കെ കത്തിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ കൊലപാതകി. അപ്പോ ഇതിന്റെ അത് അവസാനം വരുമ്പോഴാണ് നമ്മൾ ആകെ ഞെട്ടിപ്പോകുന്നത്. ഇതാണോ വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെയാണോ പോകുന്നത് എന്നുള്ള തോന്നൽ നമ്മൾ വരുത്തുന്ന രീതിക്കുള്ള ഒരു പുസ്തകമാണ്. ഇത് അത്യാവശ്യം പേജസ് ഉണ്ട്. പക്ഷെ ഫാസ്റ്റ് പേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വായിച്ചു തീർക്കാൻ പറ്റും. 263 പേജസോളം ഇതുണ്ട്. നല്ല രീതിക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പോ എന്തായാലും ഞാൻ പറയാം, കോഫി ഹൗസ് വായിച്ചതിന് ശേഷം ഇത് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് ആളുകളെ നമുക്ക് മനസ്സിലാവും. കാരണം എസ്തർ ഇമാനുവൽ തന്നെയാണ് ഇതിനകത്തും പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അവർ വഴിയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ വേറൊരു ജോണർ പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ല രീതിക്ക് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പുസ്തകമായിരുന്നു ഹൈഡ്രേഞ്ചിയ. അടുത്തത് കന്യാമരിയാണ്, ലാജോ ജോസിന്റെ തന്നെ.
അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റർ, മരിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, അവര് ഒരുപാട് നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ജോലി മാറ്റം വന്നിട്ട് ഒരു അനാഥാലയത്തിന്റെ ഹെഡിൽ നിൽക്കേണ്ട ഒരു ആളായിട്ട് നിൽക്കുകയാണ്. അപ്പോ അവർക്കാണെങ്കിൽ അവിടെ വെച്ചിട്ടൊരു സുഹൃത്തിനെ കിട്ടി, അവരായിട്ട് നല്ല രീതിക്കൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല രീതിക്ക് നല്ല മൂമെന്റ്സോട് കൂടി പോകുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ ആ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടി പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണിത്. നല്ല ഇതെന്ന് പറഞ്ഞാൽ ആകപ്പാട് ഒരു 173 പേജസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റ ഇരിപ്പിന് വേണമെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്തേക്ക് പോകുന്ന ദുരൂഹതകളാണ് നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അപ്പം കന്യാമരിയ. ലാജോ ജോസിന്റെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചൊരു പുസ്തകം എന്ന് പറയുന്നത് ഓറഞ്ച് തോട്ടത്തിലെ അതിഥിയാണ്. അപ്പോ ഇതെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇതിനെ പറയുന്നത് തന്നെ ഡൊമസ്റ്റിക് ത്രില്ലർ എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഡൊമസ്റ്റിക് ത്രില്ലർ എന്ന് പറയുന്ന ഒരു പേരാണ്. അപ്പോ വ്യത്യസ്തത ഒരുപാടുണ്ട് പേര് പോലെ തന്നെ ഇതിനകത്ത്. അതുപോലെ ഇതെന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ പ്രണയിച്ച ജോഷുവ എന്ന് പറയുന്ന ഒരു വ്യക്തി 1ാം ക്ലാസ് മുതൽ അനുപമ എന്ന ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. ആ പ്രേമം എന്തുകൊണ്ടൊക്കെയോ കാരണങ്ങൾ ഇതിനകത്തുണ്ട്, ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നടന്നില്ല. പിന്നീടും ഈ പറയുന്ന അനുപമേനെ പല ഭാഗത്ത് വെച്ചിട്ടും ജോഷുവയ്ക്ക് കാണാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ജോഷു എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കൂടി. പക്ഷെ വിവേക് എന്ന് പറയുന്ന അനുപമയുടെ ഭർത്താവ് മൂലം പിന്നീടും കാണേണ്ട അവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ വളരെയധികം മോശമായ ഒരു അവസ്ഥയിലൂടെ അനുപമ കടന്നു പോകുമ്പോഴും ജോഷുവ തന്നെയായിരുന്നു അനുപമയെ സഹായിക്കാനായിട്ടുണ്ടായത്. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരുപാട് എലമെന്റ്സ് കാരണമാണോ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ സ്വഭാവം കാരണമാണോ എന്ന് അറിയില്ല. മൊത്തത്തില് ഒരു വല്ലാത്തൊരു എൻഡിങ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഒരുപാട് ഇന്റേണൽ സ്റ്റോറീസ് ഒക്കെ നൽകുന്ന നല്ല രീതിയിലുള്ളൊരു പുസ്തകമാണ്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വായിക്കാൻ പറ്റും. വിവേക്, അനുപമ, അതുപോലെ ജോഷു ആണ് ഇതിനകത്ത് പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു പുസ്തകമാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ത്രില്ലറാണ്. ലാജോ ജോസിന്റെ പുസ്തകങ്ങളിലെ ഏതാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചില്ലായിരുന്നു. അതാണ് റൂത്തിന്റെ ലോകം. റൂത്തിന്റെ ലോകം ഓൾറെഡി ബൊഗൻവില്ല എന്ന് പറഞ്ഞ ഒരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജ്യോതിർമയും കുഞ്ചാക്കോ ബോബനും ലീഡ് ആക്ടർ ആൻഡ് ആക്ട്രസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു സിനിമ. എന്നിരുന്നാലും ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഞാൻ ആ മൂവി കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും പറയാം ഈ പുസ്തകമാണ് എത്രയോ നല്ലതെന്ന് പറയാൻ കാരണം ഇതിനകത്ത് ഇന്റേണൽ സ്റ്റോറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട് മൂവി കണ്ടപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടില്ല. ഇതുവരെ ലാജോ ജോസിന്റെ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങണം. കയ്യിൽ ഒരു പുസ്തകം പോലും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. അത്രയും നന്നായിട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. റൂത്ത് എന്ന് പറയുന്ന ഒരു ലേഡീനെയാണ് ഇതിനകത്ത് ശരിക്കും പറയുന്നത്. റൂത്തിന് വരുന്നത് റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ഓർമ്മയ്ക്കും മറവിക്കും ഇടയിലാണ് അവരുടെ ജീവിതം. അവരുടെ കാര്യങ്ങളെല്ലാം അവർ എഴുതി വെച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ വോയിസ് റെക്കോർഡൊക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീവിതം തന്നെ വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? എല്ലാം മറന്നു പോവുക എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് കുറെ കാര്യങ്ങളും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. കുറെ പെൺകുട്ടികളെ കാണാതാകുന്നു. ആ പെൺകുട്ടികളുമായിട്ട് റൂത്തിന് ബന്ധം വരുന്നു. പോലീസ് റൂത്തിനെ തേടി വരുന്നു. അങ്ങനെ ഒരുപാട് പരിപാടികളും ഒരുപാട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിക്കുള്ള മിസ്റ്ററീസും ഒക്കെ ഉള്ള നല്ല ഒരു പുസ്തകം. അതാണ് ഈ റൂത്തിന്റെ ലോകം. അപ്പൊ ലാജോ ജോസിന്റെ ഈ 6 മിസ്റ്ററി ത്രില്ലേഴ്സ് ആണ് നമ്മളിപ്പോ സംസാരിച്ചത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയണ്ടായി. അപ്പൊ ഇതുവരെ ലാജോ ജോസിന്റെ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്രൈം ത്രില്ലേഴ്സ് ഇതുവരെ വായിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ലാജോ ജോസിന്റെ ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.